നമ്മളെപ്പോഴും വിചാരിക്കുന്ന കുഞ്ഞിന് വൈറ്റമിൻ ഡി കൃത്യമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എപ്പോഴും അവരുടെ ബോൺസും ടീത്തും ഒക്കെ നല്ല സ്ട്രോങ്ങർ ആയിരിക്കുമെന്ന്. പക്ഷേ നമുക്കറിയാത്ത ഒരു കാര്യം അതിൻ്റെ പിന്നിലുണ്ട്. വൈറ്റമിൻ ഡി എന്ന് പറയുന്ന സംഭവങ്ങൾ അവിടെ എത്തിയാലും നമ്മുടെ ബോഡിയിൽ ഈ മിനറലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൃത്യമായി നടന്നാൽ മാത്രമേ എല്ലും പല്ലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. നമ്മളൊരു PVC പൈപ്പ് എടുത്തിട്ട് അതിനകത്ത് സിമെന്റ് നിറയ്ക്കുക, ഒരു PVC പൈപ്പ് അതല്ലാതെയും വെക്കുക. ഏതായിരിക്കും കൂടുതൽ സ്ട്രോങ്ങർ? ഇതിൻ്റെ ഉള്ളിൽ നിറയെ സിമെന്റ് നിറച്ച ആ PVC പൈപ്പായിരിക്കും എത്ര നമ്മൾ ബലം പിടിച്ച് എന്ത് ചെയ്താലും സ്ട്രോങ്ങർ ആയിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ബോണിൻ്റെ ഒരു കാര്യം പറഞ്ഞാലും. കുഞ്ഞുവാവുമാതെ ഈ ഒരു എല്ല് നിറയും ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ബോൺ ബിൽഡിംഗ് ബ്ലോക്സ് നിറഞ്ഞാൽ മാത്രമേ അത് സ്ട്രോങ് ആവുകയുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട മറ്റൊരു വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ഈ വൈറ്റമിൻ കെ ഇല്ലാതെ നിങ്ങൾ എത്ര കാലം വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽഷ്യം റിച്ച് ഫുഡ്സ് കുഞ്ഞിന് കൊടുത്താലും ബോഡിയിലേക്ക് ഇത് അബ്സോർവ് ആവുകയില്ല. ഇതില്ലെങ്കിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഓസ്റ്റിയോക്ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയും. അതായത് ഈ എല്ലിനകത്തു നിന്ന് കുറേശ്ശെയായിട്ട് കാൽഷ്യം പുറത്തേക്ക് പോകും. എല്ലിലൊക്കെ തൊട്ടാൽ ഓട്ട വീഴുന്ന ഒരു സിറ്റുവേഷൻ. ചില കുഞ്ഞുങ്ങൾ കണ്ടാലൊക്കെ സ്ട്രോങ് ആയിരിക്കും, പക്ഷേ ഒന്ന് വീണ് കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ ഒടിയും, പല്ലിൽ പെട്ടെന്ന് തന്നെ ഓട്ടകൾ വരുന്നു. നല്ല ഫുഡൊക്കെ കൊടുത്തിട്ടും എപ്പോഴും ക്യാവിറ്റീസിൻ്റെ പ്രശ്നമൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ കെ നിർബന്ധമായിട്ടും കൊടുക്കുക. അത് നിങ്ങൾ എക്സ്റ്റേണലി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഫുഡിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബോൺ സ്ട്രോങ്ങർ ആക്കാനായി വൈറ്റമിൻ കെ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമുക്ക് ഫുഡിലൊക്കെ ആഡ് ഓൺ ചെയ്യാം. ഒന്നാമത്തേതായിട്ടുള്ള ലീഫി വെജിറ്റബിൾസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബ്രൊക്കോളീസും ചീരയൊക്കെ തന്നെ കൊടുക്കുക. രണ്ടാമത്തത് ഫെർമെൻറ്റഡ് ഫുഡ്സ്. പണ്ട് കാലത്തെ ആൾക്കാർ പഴങ്കഞ്ഞിയൊക്കെ കഴിച്ചിരുന്നത് ഇതുകൊണ്ടാവാം. തൈര്, ചീസ് അങ്ങനെയുള്ള ഫുഡൊക്കെ കൂടുതലായിട്ടും ആഡ് ഓൺ ചെയ്യുക. മൂന്നാമത്തെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഫാറ്റി ഫിഷസ് ആണ്, ട്യൂണ പോലുള്ളതൊക്കെ. എൻജോയ് യുവർ പേരൻറ്റിങ്. താങ്ക് യു.